بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعما يعظكم به إن الله كان سميعا بصيرا. രണ്ട് കൽപ്പനയാണ് ഈ ആയത്തിൽ. ഒന്ന്, അമാനാത്ത് അതിൻ്റെ അഹലുകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യത്തിലാണല്ലോ അമാനാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൽപ്പന, ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ നീതിയോടുകൂടി വിധിക്കണം. ഈ രണ്ട് ഹുക്കുമാണ് ഇതിൽ പറയുന്നത്, രണ്ടമ്ര്. എന്നിട്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപദേശിക്കുന്ന കാര്യം വളരെ നല്ലതാണ്. ഏതാ? അമാനത്ത് കൊടുക്കല്. അതാണ് ഇന്ന് ലോകത്തിന് എടുത്തു പോയത്. അമാനത്ത് കേട്ടുകേൾവിയായി മാറുന്നല്ലേ ഖിയാമത്ത് നാളെ വരുമ്പോൾ. ഇന്നാളെ ഒരാൾ പെൺകുട്ടിയുടെ സാധനം കൊടുത്തിന് പോലും, ഏൽപ്പിച്ച സാധനം ഒരാൾക്ക് എത്തിച്ചിന് പോലും എന്ന് പറഞ്ഞാൽ പത്രപരസ്യമായി അവര് അത്ഭുത വാർത്തയായി വരുമെന്നാണ് ഹദീസിലുള്ളത്. ഇപ്പം തോന്നുന്നുണ്ടല്ലോ, വണ്ടിയിൽ നിന്ന് ആഭരണം കിട്ടി അയാൾക്ക് തിരിച്ചു കൊടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ കടം വാങ്ങിയ പൈസ മടക്കി കൊടുത്ത് വെല്ലെങ്കിൽ വരും. അല്ല, ഹദീസിലുള്ള തന്നെ വന്നുപോ. അപ്പം തങ്ങളുടെ വിശാലത്ത് ഇവിടെ പുലർന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു, എന്ത്? അൻ തുഅദ്ദുൽ അമാനാത്ത്, അമാനാത്തിനെ വീട്ടണം, കൊടുക്കണം. ആർക്ക്? ഇലാ അഹ്ലിഹ, അതിൻ്റെ അഹലുകാർക്ക്. ഈ പൈസ കൊടുക്കണമെന്ന് ഏൽപ്പിച്ചാൽ മറ്റവൻ ഇവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ കീശയിൽ തന്നെ. നസലത്ത് ഫി ഉസ്മാൻ ഇബ്നു അബ്ദിദ്ദാർ, അദ്ദേഹം പിന്നീട് ഇസ്ലാമായിട്ടുണ്ട്. അവരുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. വക്കാന സാദിനൽ കഅബ, കഅബത്തിൻ്റെ ഈ മേൽനോട്ടക്കാരനാണ് ആര്യവർ. കഅബത്തിനാ തുറക്കലും പൂട്ടലും അതിൻ്റെ ഒരു അധികാരി ഉണ്ടല്ലോ, അതാ സദാനത്ത് എന്നൊരു പണി. അവിടെ പല ഡ്യൂട്ടികളുണ്ടല്ലോ. ഒന്ന് ശിക്കായത്ത് വേറെ ഉണ്ട്, വെള്ളം കൊടുക്കൽ, ഭരണത്തിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ്. ദിഫാ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പ്രതിരോധിക്കൽ. പിന്നെ ഏതാണ് ദിഫാദത്ത്? ദിഫാദത്ത് എന്ന് പറഞ്ഞാൽ ഈ സാധുക്കൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് ശേഖരണം. എല്ലാവരും നിശ്ചിത സംഖ്യ എന്താക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകളുടെ ഭക്ഷണം, അതുപോലെ ചികിത്സ, നാട്ടിൽ പോകാൻ കുടുങ്ങിപ്പോയില്ലെങ്കിൽ അതിനുള്ള സഹായം ചെയ്യൽ, അതാണ് നമ്മളെ ഇന്നത്തെ റിലീഫ് പ്രവർത്തനം എന്ന് പറയാം. അതൊക്കെ നടപ്പിലാക്കിയതാരാ? കുസയ്യാണ്. അതിന് മുമ്പാടാ ഒരു ഭരണമോ അതിലൊന്നുമില്ല, ഇങ്ങനെ അൽക്കുലത്തായിട്ട് അങ്ങനെ പോക്കാം, ഒരു നേതാവില്ലാണ്ട്. وذلك أن رسول الله صلى الله عليه وسلم حين دخل مكة يوم الفتح, മക്ക ഫതഹിന്റെ ദിവസത്തിൽ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. അന്നേരം അഗ്ലക ഉസ്മാൻ അവர்கள் എന്താക്കിയോ, കഅബത്തിന്റെ വാതില് കൂട്ടി. എന്നിട്ട് വസായിദ സത്ഹ, അങ്ങനെ മേലോട്ട് കയറിപ്പോയി താക്കോൽ കൊടുക്കാതെ. വ അബാ അൻ യദ്ഫഅൽ മിഫ്താഹ ഇലൈഹി, തങ്ങൾക്ക് താക്കോല് കൊടുക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല ലൗ അലിംതു അന്നഹു റസൂലുള്ളാഹി ലം അംനഉഹു, ഇവർ അള്ളാഹിന്റെ റസൂലാണെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ കൊടുക്കാണ്ട് നിൽക്കൂലല്ല. അപ്പൊ അന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു എന്താക്കി, ഫലമ്മ അലി ഇബ്നു അബീ താലിബ് എന്താക്കി, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് താക്കോൽ പിടിച്ചു വാങ്ങി. വ അഖറഹു മിൻഹു, വാങ്ങിയിട്ട് വഫതഹ, കഅബ തുറന്നു. വദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കഅബത്തിന്റെ ഉള്ളിൽ കയറി. വസല്ല റകഅതൈൻ, 2 റക്അത്ത് നമസ്കരിച്ചു. ഫലമ്മ ഖറജ, അങ്ങനെ പുറത്തു വന്നപ്പോൾ
സഅലഹുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ച് അയ്യുഅതിയഹുൽ മിഫ്താഹ്, താക്കോൽ എനിക്ക് തരണം. എന്നിട്ടോ വയജ്മഅ ലഹു സിഖായത വസ്സിദാന, രണ്ട് ഡ്യൂട്ടി ഓർക്ക്. ഒന്നേതാ സിഖായത്തെ വെള്ളം കൊടുക്കല്, അതായിരിക്കും അബ്ബാസ് അബ്ദുൽ മുത്തലിബിന്റെ കൂടിയിട്ട് അടുത്തേക്ക് എത്തി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തി. ആ പാരമ്പര്യമാണല്ലോ. അബ്ദുൽ മുത്തലിബിന്റെ മോനാണല്ലോ അബ്ബാസ്. അബ്ദുൽ മുത്തലിബിനല്ലേ അല്ലാഹു തആല വെള്ളം കൊടുക്കുന്ന അതിനല്ലേ വെള്ളം ഇല്ലാത്തരം കിണർ കുഴിക്കലൊക്കെ വന്നത്. സിദാനത്ത് രണ്ട് പണിയും കൂടെ എനിക്ക് തന്നേന്നു. ഫനസലത്ത്, അപ്പോൾ ആയത്തിറങ്ങി. ഇത് ഈ ആയത്ത്, ഫഅമറ അലിയൻ അൻ യറുദ്ദഹു ഇലാ ഉസ്മാൻ, ഉസ്മാന് താക്കോല് തിരിച്ചു കൊടുക്കണമെന്ന് വളർന്നല്ലേ വാങ്ങിനി. എന്നിട്ടോ വയഅ്തദിറ ഇലൈഹി, അവരോടുണ്ടാക്കണം ഒരു മാപ്പ് വരണമെന്നുണ്ട്, പിടിച്ചു വാങ്ങി. ഫഖാല ഉസ്മാനു ലി അലിയിൻ, ഉസ്മാൻ ചോദിക്കുന്നു അലിയാർ തങ്ങളോട് റളിയല്ലാഹു അൻഹു, അക്റഹത വഅദൈത, വാദയിത്ത, അക്റഹത, നിങ്ങൾ നിർബന്ധിച്ച് എന്നെ ബുദ്ധിമുട്ടാക്കി താക്കോല് പിടിച്ചു വാങ്ങി. സുമ്മ ജിഇത തർഫക, ഇത്ര നല്ല മയത്തിൽ തിരിച്ചു വന്നതുകൊണ്ട്. ഫഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് അൻസലല്ലാഹു തആല ഫീ ശഅനിക ഖുർആന, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല ഖുർആൻ ഇറക്കി, നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം, വാങ്ങിയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖറഅ അലൈഹിൽ ആയ, ആയത്ത് ഓതി കളിപ്പിച്ചു. ഫഖാല, ഉസ്മാൻ എന്ത് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ നീതിബോധം കണ്ടിട്ട് അത് ഇസ്ലാമിലേക്ക് വന്നു. കുറച്ച് നേരത്തെ പറഞ്ഞത് റസൂലെന്ന് പറഞ്ഞാൽ ആ താക്കോൽ തടയൂല. ഫഹബത ജിബ്രീലു അലൈഹിസ്സലാം, ഇറങ്ങി വന്നു. ഫഅഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് അറിയിച്ചു, അന്ന സിദാനത ഫി ഔലാദി ഉസ്മാന അബദൻ, ഉസ്മാനിന്റെ പാരമ്പര്യത്തിലായിരിക്കണം സിദാനത്ത് എപ്പോഴും. സുമ്മ ഇന്ന ഉസ്മാന ലമ്മാ ഹാജറ, ഉസ്മാന് ഹിജ്റ പോയി. അപ്പോൾ ദഫഅൽ മിഫ്താഹ ഇലബ്നിഹി ഷൈബ, അങ്ങനെ മകൻ ഷൈബത്തിന് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ടോ ഫബഖിയ ഫീ ബലദിഹി ഇലൽ യൗം, ഈ കാലം വരെയും അവരുടെ സന്താന പരമ്പരയിലാണ് ഇത് സിദാനത്ത്, കഅബത്തിന്റെ സിദാനത്ത് ബാക്കിയുള്ളത്. അപ്പം മുസന്നിഫിന്റെ കാലം വരെ അയ്യത്. ഇനി അപ്പം ഈ രണ്ടാമത്തെ കൽപ്പന, വഇദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ, അൻതഹ്കുമു ബിൽ അദ്ലി, അൻതഹ്കുമില്ല യഅ്മുറുക്കുന്റെ വാക്യം മർഫൂലാന്നുണ്ട്. യഅ്മുറുക്കും എന്ന് പറഞ്ഞിട്ട് അന്തു അദ്ദു ഒന്ന്, അതിന്റെ ബാക്കി അൻതഹ്കുമു ബിൽ അദ്ൽ. അല്ല, വയഅ്മുറുക്കും ഇദാ ഖളൈതും ബൈനന്നാസ് അൻതഹ്കുമു ബിൽ അദ്ൽ, നീതിയോടുകൂടി, വൽ ഇൻസാഫ് വത്തസ്വിയ, അവിടെ എന്താക്കണം, പക്ഷം ചേർന്നിട്ട് അനീതി കാട്ടാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ നിഅമ്മാ യഇളുക്കും ബിഹി, അവിടെ നിന്ന് അസിലുണ്ടാവും നിഅമ്മ മാ എന്നായിരിക്കും. അതിന് ഇദ്ഗാം ചെയ്തിട്ട് പറയുന്നത് നിഅമ്മ യഅലുക്കും ബിഹി, അതായത് നിഅമ്മ ശൈഅൻ യൻസഹക്കും ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഉപദേശിക്കുന്ന കാര്യം വളരെ നല്ലത്. അതെല്ലാന്നൊന്ന്, ഒന്ന് തഹദിയത്തുൽ അമാന, അതല്ല ഒന്നാമത്തത്. വൽ ഹുക്മ ബൈനൽ ബിൽ അദിൽ, നീതിയോടുകൂടിയുള്ള വിധിയും. അവൻ മാന്നുള്ളത് നഖിറയാണ്. ഇത് നിഅമ്മ മാന്ന് ബിമാന ഷൈഇൻ, കണ്ടോ. വൽ മഖ്സൂസ് ബിൽ മദ്ഹി മഹ്ലൂഫുൻ, മദ്ഹ് കൊണ്ട് നിഅമ്മ കൊണ്ട് പറയപ്പെട്ട ആ മംദൂഹായ സാധനം ഉണ്ടല്ലോ, അത് അവിടെ മൂപ്പർ കൂട്ടിയല്ല. ഏത് യൻസഹക്കും ബിഹി തഹദിയത്തുൽ അമാന, അത് നമുക്ക് അതിൽ നിന്ന് തിരിയും. അള്ളാഹു ഉപദേശിച്ച കാര്യം വളരെ നല്ലതെന്നാണ് പറയുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ സമീഅൻ ലിമാ യഖൂലുഹുൽ ഖൽഖു, പടപ്പുകൾ പറയുന്ന കാര്യങ്ങൾ, ബസീറൻ അല്ലാഹു തആല കാണുന്നവനുമാണ്, ബിഅഫ്ആലിൽ ഇബാദ്, അതിനാ സമഇന്റെയും ബസറിന്റെയും മുതഅല്ലഖാത്ത് കൂട്ടിക്കൊടുത്തത്. ഐ ഇഅ്മലു ബിഅംദില്ലാഹി തആല വ വഅലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അംർ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. അതെന്താ പറഞ്ഞത്? അംർ യഅ്മുറുക്കും
യദ്ബുറു എന്ന് പറഞ്ഞില്ലേ. വഅലിഹി അള്ളാഹുവിൻ്റെ വാഴ്ന്നു കൊണ്ടും അമൽ ചെയ്യണം. അതിവിടുന്ന് നിഅമ്മ യഇദുക്കും ബിഹി ഇപ്പുറം പറഞ്ഞില്ലേ. അമ്മ ഖുർആന്റെ മത്തിനെ തന്നെ നോക്ക്. فإنه الله سبحانه وتعالى أعلم بالمسموعات والمبصرات. കേൾക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടും കാണപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടും അവൻ അറിയുന്നവനാണ്. അതെന്താ മസ്മൂഅത്ത് സമീഅൻ, മുബസറാത്ത് ഏതാ ബസീറൻ. വസയുജാസിക്കും അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അലാ മാ യസ്തുറു മിൻകും നിങ്ങളിൽ നിന്ന് എന്താണോ പ്രകടമാകുന്നത് അത് ഖൈറാണെങ്കിൽ ഖൈർ, ശർറാണെങ്കിൽ ശർ. വഅലം അന്ന നുസൂല ഹാദിഹിൽ ആയ, കണ്ടോ ഈ ആയത്തിന്റെ നുസൂല് ഇൻദൽ ഖിസ്സത്തിൽ മദ്കൂറ, ഇത് താക്കോലെ ഉസ്മാൻ കൊടുക്കാതെ കണ്ട് അലി റളിയല്ലാഹു അൻഹു പോയി പിടിച്ചു വാങ്ങിയതിൽ ഇറങ്ങിനി. അത് മക്കത്തല്ല, അന്നത്തെ സംഭവമല്ല, നമുക്ക് ബാധകമല്ല. മുസ്ലിയാർ പറഞ്ഞാൽ മുസ്ലിയാർ നമ്മൾ പുറത്തു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ മുസ്ലിയാറല്ല. ലാ യൂജിബു കൗനഹ മഖ്സൂസത്തൻ ബിഹാദിഹിൽ ഖിസ്സ, ഈ ഖിസ്സ കൊണ്ട് മാത്രം മഖ്സൂസാണ് എന്ന് വരൂല. കാരണം ഹുക്മ അമ്മ, എവിടെ അമാനത്തായാലും ആരുടെ അമാനത്തായാലും എല്ലാം കണക്കാം. ഏത് ഹുക്കൂമത്തിലായാലും നീതി കണക്കാം. അതെ, ബൽ യദ്ഖുലു ഫിഹാ ജമീഉ അൻവാഇൽ അമാനാത്ത്. കണ്ടോ, അമാനാത്തിന്റെ എല്ലാ ഇനങ്ങളും അതിൽപ്പെട്ടു. അല്ലെ പിന്നെ ഖുർആനെ മക്കത്തേക്ക് മാത്രമായി അക്കാലത്ത് തീർന്നല്ല. അതാണ് ഈ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ തലീക്കെട്ട് കിട്ടിയോണ്ട് എല്ലാവരും ഹക്ക് പോലെ പറയുന്ന ആളായിക്കൊള്ളുന്നില്ല. പാടാനും തുള്ളാനും ചണ്ട കേൾക്കുമ്പോൾ തുള്ളാനൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അതൊന്നും ഇസ്ലാമിനോടുള്ള വിഷയം കൊണ്ടൊന്നുമല്ല. മുആമലത്തുൽ ഇൻസാൻ, അതാ അതിന് പറയുന്ന ഒരു മനുഷ്യന്റെ മുആമലത്ത് ഇമ്മ അൻ തകൂന മഅ റബ്ബിഹി, ഒന്നിക്ക് റബ്ബിനോടൊപ്പമായിരിക്കും. അവിടെ അബദിനെന്തില്ല, അല്ല പണ്ട് പറഞ്ഞ വൺ വേ. ഔ മഅ സായിരിൽ ഇബാദി, അല്ലെങ്കിലോ മറ്റുള്ള അടിമകളോടൊപ്പമുള്ള മുആമല ഉണ്ടാകാം. ഔ മഅ നഫ്സിഹി, അല്ലെങ്കിൽ പിന്നെ സ്വന്തം തടിയോടാകാം. ആകെല്ലാം തീർന്നില്ലേ. ആദ്യം തന്നെ ഖാലിക്കിനോടാവാം മഖ്ലൂക്കിനോടാവാന്ന് വെച്ചാൽ മതി. മഖ്ലൂക്കിനാകുമ്പോൾ സ്വന്തം തടിയോടാവാം, അല്ലെങ്കിലോ ഇബാദിനോടാവാം. വലാ ബുദ്ദ മിൻ ദിആയത്തിൽ അമാനത്തി ഫീ ജമീഇ ഹാദിഹിൽ അഖ്സാമി സലാസ, ഈ മൂന്നിനങ്ങളിലും അമാനത്ത് വളരെ സൂക്ഷിക്കൽ അനിവാര്യമാണ്. അപ്പൊ സ്വന്തം ചെയ്യുന്ന ഇബാദത്തിൽ ആള് കേൾക്കുമെല്ലാം മെച്ചപ്പെടുത്തി അത് ആളെന്ത് പറയുന്ന വെച്ചിട്ട് ഒറ്റക്കാകുമ്പോൾ അതിൽ മയം ചേർത്ത്. അങ്ങനെ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് സദസ്സിലോതാൻ വേണ്ടി ഒരു മുസാഫ് ഉണ്ടാകും, അപ്പുറം വേറൊരു മുസാഫ് ഉണ്ടാവും. അവർക്ക് ഇടുന്ന കിട്ടിയെന്നറിയില്ല, അതായിരിക്കും ഓതുക. അപ്പോൾ ഇവിടെ എന്തായി, അമാനത്ത് കളഞ്ഞു വിളിച്ചു. അതാ അമ്മാ റിആയത്തുൽ അമാനത്തി മഅ റബ്ബി, റബ്ബിനോടൊപ്പം അമാനത്ത് പരിഗണിക്കണമെന്ന് പറഞ്ഞത് ഫഹിയ ഫിഅലുൽ മഅ്മൂറാത്തി വതർക്കുൽ മൻഹിയാത്ത്, മഅ്മൂറാത്ത് പ്രവർത്തിക്കലും മൻഹിയാത്ത് വർജിക്കലുമാണ്. വഹാദാ ബഹ്റുൻ ലാ സാഹില ലഹു, അത് വളരെ വിശാലമായ കടലാണ്. അതിപ്പോൾ എല്ലാം എണ്ണി പറയുക എന്തൊക്കെ മഅ്മൂറാത്തുണ്ട്, എന്തെങ്കിലും മൻഹിയാത്തുണ്ട്, അത് വളരെ വിശാലമാണ്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൽ അമാനത്തു ഫീ കുല്ലി ശൈഇൻ ലാസിമത്തു, അമാനത്ത് എല്ലാ വിഷയത്തിലും ലാസിമാകുന്നു. അത് അമ്പിയാക്കളെ ഒരു പ്രത്യേക ലാസിമായ വസ്തുവാണ്. റസൂല് പറഞ്ഞ സ്ഥലത്തെല്ലാം ഇവിടെ പറഞ്ഞ റസൂലുൻ അമീൻ, റസൂലുൻ അമീൻ, റസൂലുൻ അമീൻ. 40 കൊല്ലം അമാനത്ത് എന്താക്കി ജനങ്ങളുടെ ഇടയിൽ സ്ഥാപിച്ചിട്ടാണ് അമീൻ എന്ന പേര്, അൽ അമീൻ എന്ന പേര് തന്നെ തങ്ങൾ കൊടുത്തത്. അതാ ഫിൽ വുളൂഇ, വുളൂഇൽ വേണം. വൽ ജനാബത്തിന്റെ കുളിയിലും, വസ്സലാത്തി നമസ്കാരത്തിൽ വേണം, വസ്സക്കാത്തിൽ വേണം, വസ്തോമി നോമ്പിൽ വേണം, വഗൈരിഹാലിക്ക, അങ്ങനെ എല്ലാത്തിലും എന്ത് അമൽ ചെയ്യുന്നു അത് സ്വന്തമായിട്ടാക്കുമ്പോൾ മായം ചേർക്കല്. മസലൻ ഇന്ന അമാനത്തൽ ലിസാനി, നാബിന്റെ ഒരു അമാനത്ത് അല്ലാ യസ്തഅ്മിലഹു ഫിൽ കദ്ബി വൽ ഗീബത്തി വൻ നമീമത്തി വൽ കുഫ്രി വൽ ബിദ്അത്തി വൽ ഫഹ്ശ്, ആ നാവിന് ഉപയോഗിക്കാൻ പാടില്ല കളവില്, ഗീബത്തില്, നമീമത്തില്, കുഫ്രിയത്തില്, ബിദ്അത്തില്, അതുപോലെ മോശമായ കാര്യം പോയി.
വ അമാനത്തുൽ ഐനൈനി രണ്ട് കണ്ണിന്റെ അമാനത്ത് അല്ലാ യസ്തഅമിലഹ ഫിന്നദ്രി ഇലൽ ഹറാം ഹറാമിലേക്ക് നോക്കുന്നതിൽ ഉപയോഗിക്കാൻ പാടില്ല. വ അമാനത്തു സമഇ അല്ലാ യസ്തഅമിലഹു ഫി സമാഇൽ മലാഹി വൽ മനാഹി സമഇ അതിൻ്റെ അമാനത്ത് എന്താണ്? അത് ഉപയോഗിക്കാൻ പാടില്ല. മലാഹി നേരം മുഖാക്കുന്ന സമാഇനും വിരോധിക്കപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കാനും വസ്തിമാഇൽ ഫുഹശി വൽ അകാദിബി ബഗൈരിഹ അതുപോലെ ചീത്തയായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കൽ, കളവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കലെല്ലാം ഒഴിവാക്കണം. ഇനി അപ്പം 3 അംഗങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി വാക്കൽ ഫി ജമീഇൽ അഅ്ളാ ബാക്കി അംഗങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് നീ പറഞ്ഞു അല്ല പിന്നെ തീരുവില്ല. വഅമ്മൽ ഖിസ്മുസ്താനി രണ്ടാമത്തെ ഖിസ്മ് ഏതാണത്? വഹുവ റിആയത്തുൽ അമാനത്തി മഅ സായിരിൽ ഖൽഖ് മറ്റു പടപ്പുകളോടുള്ള ഇടപാടില്ല. ഫയദ്ഖുലു ഫീഹി റദ്ദുൽ വദാഇ സൂക്ഷിക്കാതെന്ന സാധനങ്ങൾ തിരിച്ചു കൊടുക്കൽ അതിൽപ്പെട്ട്. വയദ്ഖുലു ഫീഹി തർക്കു തത്ഫീഫി ഫിൽ കൈലി വൽ വസ്നി അളക്കത്തിലും തൂക്കത്തിലും തത്ഫീഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത കുറേശ്ശെ 10 ഗ്രാം എല്ലാം കുറച്ച് ജനങ്ങൾക്കൊന്നും തിരിയില്ല. അത് തിരിയില്ല. അപ്പം വലിയ അളവ് കൊടുക്കുമ്പോൾ എന്താണ് ഇത്ര വലിയ കുറവെന്ന് അറിയാം. തത്ഫീഫ വന്നിട്ട് 5 ഗ്രാം 10 ഗ്രാം വെട്ടിച്ചുരുക്കിയാൽ ജനങ്ങൾക്കൊട്ട് തിരിയില്ല. മജ്മുഅ കുടുംബം വലിയ കൊണ്ടിട്ട് കിട്ടുകയും ചെയ്യും. അത് അധികം ബസ്സിൽ കയറിയാലാണ് 50 പൈസ 25 മറ്റേ പൈസകളൊന്നും ബാക്കി തരില്ല. പിന്നെ ചിലതെന്താക്കും റൗണ്ട് ഫിഗർ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. അപ്പം വൈകുന്നേരം നമുക്ക് നല്ല പൈസ കിട്ടിയില്ലേ? പെട്രോൾ കമ്പനിയിലുണ്ടാവും ഇറ്റിച്ചിട്ട് ഇങ്ങനെ എന്താക്കും വല്ലനെ കാട്ടിയിട്ട് ലാസത്തുമ്പോൾ എടുക്കൽ. മില്ലിലുണ്ടാകാം പൊടി തേച്ചം പേർത്തി നമ്പർ ഒറ്റ മോഡലാണ്. അപ്പം കുറേ ഭാഗം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് എല്ലാത്തിനും ഉണ്ട്, എല്ലാ രംഗത്തും ഉണ്ട്. വയദ്ഖുലു ഫീഹി അതിൽപ്പെട്ടിട്ടുണ്ട് അല്ലാ യുഫ്സി അലന്നാസി ഉയൂബഹും ജനങ്ങളുടെ അയ്ബ് ഇങ്ങനെ പരസ്യപ്പെടുത്തി പറയാൻ പാടില്ല. ഇന്നോനിക്കുന്ന അയ്ബുണ്ട് എന്നിട്ട് മൈക്കും കെട്ടിയിട്ടുണ്ടാക്കുക രോഗം ചേർന്നിട്ട് അങ്ങാടിയിൽ പ്രസംഗിക്കണം പോലും. ഒരു മസ്തക്കാരൻ പറഞ്ഞതാണ്. അതാ പറയേണ്ടത്. നിങ്ങൾ ആയത്തോരീസുണ്ടോ വേണ്ട അവസാനം തെറ്റി കലമ്പായി കുത്തിക്കടിയായി കൈ കുറച്ചുകൂടെ എവിടെയെങ്കിലും അടിച്ച് മറ്റേ കാലം ശരിയാക്കുമായിരുന്നു ഞാൻ. വയദ്ഖുലു ഫീഹി അതിൽപ്പെട്ടിട്ടുണ്ട് അദ്ലുൽ ഉമറാ ഭരണകർത്താക്കന്മാർ അമീറന്മാർ അവർ നീതി പുലർത്താൻ മഅയ്യതിഹിമാർ പ്രജകളോടൊപ്പം. അവർക്ക് സ്വന്തം കാര്യമാകുമ്പോൾ നല്ല താറട്ട റോഡ്, മറ്റുള്ള ആളുകൾക്ക് പൊടിവാർന്ന റോഡ്, ഏടെ കൊണ്ടുപോയി കക്കൂസ മാലിന്യങ്ങളും അടിച്ചു വാരലും കൊണ്ട് നടുറോട്ടും വെച്ചിക്കുക. ഭരണകർത്താക്കന്മാർ നേതൃത്വത്തിൽ എവിടെയോ കിണറുവീഴ്ച മണ്ണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കുക. ഇത് റോഡിൻ്റെ പക്കത്തുകൊണ്ട് പറ്റം കിട്ടിടുക. വയദ്ഖുലു ഫീഹി അതിൽപ്പെട്ടിട്ടുണ്ട് അമാനത്തു സൗജത്തി ലിസ്സൗജി ഏത് സൗജത്തിൻ്റെ അമാനത്ത് ഫീ ഹിഫ്ളി ഫർജിഹ. ഇനി അങ്ങനെ അത് പലതും പെട്ടിട്ടുണ്ട്. വഅമ്മൽ ഖിസ്മു സാലിസ് ഏതാ? സ്വന്തം തടിയോടുള്ള വഹുവ അമാനത്തുൽ ഇൻസാനി മഅ നഫ്സിഹി അതേതാ? ഫഹുവ അല്ലാ യഫ്അല ഇല്ലാ മാ ഹുവൽ അൻഫഉ വൽ അസ്ലഹു അവനവന് ഏറ്റവും ഉപകാരപ്രദമായത് മസ്ലഹമല്ലാത്ത ചെയ്യാൻ പാടില്ല. അല്ലാതാണല്ലോ അവനിക്ക് തന്നെ നാശം. ഫിദ്ദീനി വദ്ദുനിയ. ഇനി വല്ലാ യുഖ്ദിമ ബിസബബി ശഹവത്തി വൽ ഗളബി അലാ മാ യദുറുഹു ഫിൽ ആഖിറ ശഹവത്ത് കാരണത്താലോ ഗളബ് കാരണത്താലോ ആഖിറത്തിൽ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നിലേക്കും തുനിയാൻ പാടില്ല. വലിഹാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലുക്കും റാഇൻ എല്ലാവരും ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. ഇവൻ്റെ സ്വന്തം തടിയുടെ മോൾ തന്നെ ഭരണകർത്താവായില്ലേ. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി അവൻ്റെ ഭരണീയരെക്കുറിച്ച് അതായത് അവൻ്റെ പ്രജകളെ എല്ലാവരോടും കുറ്റം ചോദിക്കപ്പെടും. വഖാല അലൈഹിസ്സലാം പറഞ്ഞു ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു അമാനത്തില്ലാത്തവന് ഈമാനില്ല. ഈമാനും അമാനത്തും വലിയ ബന്ധമാണ്, ഒരേ മാതല്ലേ. വലാ ദീന ലിമൻ ലാ അഹദ ലഹു കരാറില്ലാത്തവനുണ്ട്, അള്ളാഹുവിൻ്റെ കരാറ് പാലിക്കാത്തവന് ദീനുമില്ല.
അതുകൊണ്ട് ഹദീസാണ് തീർന്ന് ഫഅലൽ അബ്ദിൽ മുഅ്മിനി അൻ യുഅദ്ദിയൽ അമാനാതി കുല്ലഹാ മസ്തതാഅ. ഈ പറയപ്പെട്ട മൂന്നിനും അമാനത്ത് പറഞ്ഞില്ലേ, അത് കഴിയുന്നത്ര അത് മുഴുവനും വീട്ടി കൊടുക്കുകയാണ് വേണ്ടത്. വയത്തഇദ ബിമവാഇദിൽ ഹഖ്, അത് തീർച്ചയായും നോക്കിയിട്ട് നിഅമ്മാ യഇദുക്കും എന്ന് പറഞ്ഞില്ലേ, ഹഖ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വഅദ് കൊണ്ടെന്താക്കണം, വഅദ് ശ്രദ്ധിക്കണം. ഫീ കുല്ലി സമാൻ, അത് ഏത് കാലത്തും. ഫഇന്നൽ വഅദ നാഫിഉൻ ജിദ്ദൻ, ഈ വഅദ് എന്നുള്ളത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി സുമ്മ ഇന്ന മൻ കാന ഹാക്കിമൻ, അതിടത്തേക്ക് നേരത്തെ ഇപ്പൊ ഇത്ര നേരം സംസാരം അമാനത്തിലാണ്. രണ്ടാമത്തെ കൽപ്പന നീതിയോടുകൂടി ഹുക്കുമല്ലേ, പിന്നെ അവിടത്തേക്കാണ്. ഹാക്കിമൻ വജബ അലൈഹി അൻ യഹ്കുമ ബിൽ അദിൽ, നീതിയോടുകൂടി എന്താക്കണം, വിധിക്കണം. വയുഅദ്ദിയൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനാത്തിന്റെ അതാതിന്റെ അഹലുകാർക്ക് വീട്ടണം. ഖാല അൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇന്നല്ലാഹ അഖദ അലൽ ഹുക്കാമി സലാസൻ, ഹാക്കിമീങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യം കരാർ വാങ്ങിയിട്ടുണ്ട്. ഒന്ന്, അല്ലാ യത്ബഉൽ ഹവാ, തടി ഹവാനെ പിൻപറ്റാൻ പാടില്ല. ഒന്ന്, വഅൻ യഖ്ശൗഹു, അള്ളാഹുവിനെ പേടിച്ച് പണിയെടുക്കണം. വലാ യഖ്ശൗന്നാസ്, ജനങ്ങളെ പേടിക്കാൻ പാടില്ല. ഹാക്കിം എന്ന ഖാദിമാരും ഭരണാത്താക്കളെല്ലാം പെട്ട്. വഅല്ലാ യശ്തറൂ ബിആയാതിഹി സമനൻ ഖലീല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തിനെ കളഞ്ഞിട്ട് സമനം ഖലീലെന്ന നിന്ദനീയമായ താല്പര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഏത് അതെ. ഇനി അടുത്ത് പുതിയൊരു കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്ഈഉല്ലാഹ വഅത്ഈഉർ റസൂല വഉലിൽ അംരി മിൻകും, മുഅ്മിനീങ്ങളോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ഒന്ന് ത്വാഅത്ത് അല്ലാഹു തആലാക്ക്, രണ്ടാമത് അത്ഈഉർ റസൂല, റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തെ ത്വാഅത്ത് ഉലുൽ അംറിനോടും. അപ്പൊ മൂന്നില്ലേ. അപ്പൊ ഒരു സാധനത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഒരു ലീഡറാക്കിയാൽ ലീഡർ അനുസരിക്കണം. എന്തിന്? ആദ്യത്തില് അള്ളാഹും റസൂലിനും പൊരുത്തപ്പെടുന്നത് എന്ന കൈത് കൊടുക്കണ്ട, കാരണം അത് റസൂൽ തന്നെയല്ലേ. ഉലുൽ അംറിന്റെ അടന്നുണ്ട്, അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യമാണെങ്കിൽ അവിടെ സ്വീകരിക്കും. അല്ലെങ്കിൽ അതിന് നിസാമെല്ലാം തെറ്റൂലേ. ഒരു യാത്രക്ക് ഒരു അമീറുണ്ട്, അമീർ പറഞ്ഞ പോലെ കേൾക്കാൻ ഞാൻ യാത്ര അൽക്കുൽത്തയില്ലേ. ഒരു മദ്രസന്റെ സദറുണ്ട്, അല്ലെങ്കിൽ ഒരു പട്ടാളത്തിന്റെ അമീറുണ്ട്, അല്ലെങ്കിൽ ഒരു റാത്തിബത്തിന് ഒരു നേതൃത്വം, ഒരു ഖലീഫയോ ഒരു ഷെയ്ഖോ ആരെങ്കിലും ഉണ്ടാവും. എല്ലാത്തിനുണ്ടല്ലോ കുരിക്കളും കുട്ടികളും എന്ന് പറയുന്നത്. അത് ഞാനിങ്ങനെയാക്കെന്ന് പറഞ്ഞാൽ പിന്നെ അത് ആകെ അൽക്കുൽത്തയില്ലേ. ഉലുൽ അംറാണ്. വഹും ഉമറാഉൽ ഹഖ്, അത് ഈ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ആരാ? ഹക്കിന്റെ ഉമറാക്കളാണ്. വഉലാത്തുൽ അദിൽ, നീതി മുഴുവനുള്ള ഭരണകർത്താക്കളുമാണ്. അപ്പോൾ അമ്മ ഉമറാഉൽ ജൗലി, അതെന്തിന്റെ മഫ്ഹൂം? ഉമറാഉൽ ഹഖ്, അതുപോലെ അതിലും പറഞ്ഞില്ലേ അക്രമത്തിന്റെ അഥവാ അനീതിയുടെ ഉമറാക്കളാണെങ്കിൽ ഫഹും ബിമാഅ്സിലി മിൻ ഇസ്തിഹ്ഖാഖി ത്വാഅ, വഴിപ്പെടണം എന്ന് പറഞ്ഞ ആ അവകാശം ഉണ്ടല്ലോ, അതിന് തൊട്ട് പുറത്താണ്, അവർ അനുസരിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? ഫഇന്നഹുമുൽ ലുസൂസുൽ മുതഖല്ലിബ, മറ്റുള്ളതിനെ അടക്കി പിടിക്കുന്ന കള്ളം മറന്നു, അവർക്ക് അനുസരണം കൊടുക്കേണ്ടില്ല. എന്തുകൊണ്ട്? ലിഅഖദിഹിം അംവാലൻ നാസി, ജനങ്ങളുടെ അംവാൽ അവർ പിടിച്ചെടുക്കും. ബിൽ ഖഹരി വൽ ഗലബത്തി, ഖഹർ ചെയ്തിട്ടും ഇവിടെ കീഴടക്കിയിട്ടും. ഇനി പറയുന്നു വഇന്നമാ അഫ്റദ ബിദ്ദിക്രി ത്വാഅത്തല്ലാഹി, അല്ലേ, അള്ളാഹുവിന്റെ ത്വാഅത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്ന് അത്ഈഉല്ലാഹ, സുമ്മ ജമഅ ത്വാഅത്തർ റസൂലി, പിന്നെ റസൂലിന്റെ ത്വാഅത്ത് എന്താക്കി? ജമാക്കി മാ ത്വാഅത്ത് ഉലിൽ അംരി. അപ്പൊ അവിടെ എന്താക്കി? അത്ഈഉല്ലാഹ എന്ന് പറഞ്ഞു, അത്ഈഉർ റസൂല എന്ന് പറഞ്ഞിട്ട് അത്ഈഉ ഉലിൽ അംരി എന്ന് പറഞ്ഞിട്ടില്ല. 3 ത്വാഅത്തല്ലേ, അവിടെ ജമാക്കി. അള്ളാഹ് പ്രത്യേകം പറഞ്ഞു, റസൂലിന്റെ കൂടെ എന്താക്കി? ഉലുൽ അംറിനോട് ചേർത്തിട്ടാ പറഞ്ഞിരിക്കണം. അതെന്താ അങ്ങനെ? അത് ഹൈസു ഖാല അത്ഈഉല്ലാഹ, അപ്പൊ മുഫ്രദാക്കിയ അത്ഈഉർ റസൂല വഉലിൽ അംരി മിൻകും, രണ്ടും ജമാക്കിയില്ലേ. വലം യഖുൽ വഅത്ഈഉ ഉലിൽ അംരി മിൻകും എന്ന് വേറെ പറഞ്ഞില്ല. അതെന്തിനാ? തഅലീമൻ ലിൽ അദബ്, അദബിനെ എന്താക്കണം? പഠിപ്പിക്കാൻ വേണ്ടിയാ.
എന്താ വഹുവ അല്ലാ യജ്മഉ ഫി ദിക്രി ബൈന ഇസ്മിഹി സുബ്ഹാനഹു വതആല വബൈന ഇസ്മി ഗൈരിഹി. അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം വേറൊരാളുടെ പേര് കൂട്ടിക്കലർത്താൻ പാടില്ല. ഇൻഷാ അല്ലാഹു വശാ ഫുലാൻ എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം വിചാരിക്കണം ഓനും വിചാരിക്കണം, അത് പറ്റൂല. അമ്മാ ഇദാ ആലൽ അംറു ഇലൽ മഖ്ലൂഖീന ഫയജൂസു. ഇത് മഖ്ലൂഖീങ്ങളിലേക്ക് വന്നാൽ എന്താക്കണം, അത് ജായിസാണ്. എന്തുകൊണ്ടല്ലേ? അന്നർ റസൂല മിനൽ ബശർ, റസൂല് ബശറിൽപ്പെട്ടതല്ലേ, മനസ്സിലായില്ല. അത്തീഉല്ലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹക്ക് ബർത്തന്നെ പറഞ്ഞിട്ട് റസൂല് ബഷറാണല്ലോ. അപ്പോൾ രണ്ടായാലും മഖ്ലൂഖ് എന്നുള്ള നിലക്ക് ഒരുമിച്ച് കൂടില്ലേ. വൽ ഹുക്കാമു മിനൽ ബശരി, അതുപോലെ ഉലുൽ അംറാകുന്ന നേതാക്കന്മാരും ബഷറാണ്. അപ്പം ബഷറും കൂടെ ഒന്നിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഫലാ ഹർജ ഫിൽ ജംഇ ബൈനഹുമാ. പക്ഷെ രണ്ടിനും രണ്ട് സ്ഥാനമുണ്ട്. ഈ ഉലുൽ അംറിന്റെ ഉള്ള സാധാരണ പോലെ അല്ലല്ലോ റസൂലിന്റെ പറയും. ഇനി പറയട്ടെ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടായി. ഈ തനാസഅന്റെ അസ്ലെന്താ? നസഅ. അസ്ലുൻ നസഅ എന്ന് പറഞ്ഞാൽ അൽ ജദ്ബു, പിടിവലിയുന്ന അർത്ഥം. കാരണം ലിഅന്നൽ മുതനാസിഅൈനി യജ്ദിബു കുല്ലു വാഹിദിൻ മിൻഹാ ഇലാ ഗൈരി ജിഹത്തി സാഹിബിഹി. ഈ പിടിവലി കൂടുന്ന ആളെന്താക്കും? സാഹിബിന്റെ ജിഹത്തല്ലാത്ത ഇപ്പത്തേക്ക് വലിക്കും, ഇവനെന്താക്കും? അങ്ങോട്ടേക്ക് വലിക്കും. അങ്ങനെയാണ് എന്ത് തനാസ എന്നുള്ള ലഫ്ള് വന്നത്. ഇവിടെ എന്താണ്? ഇനിഖ്തലഫ്തും അൻതും വഉലുൽ അംരി മിൻകും. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ നിങ്ങളും ഉലുൽ അംറും തമ്മിൽ തർക്കം വന്നു. എന്തില്? ഫീ അംരി മിൻ ഉമൂരി ദീൻ, ദീനിന്റെ ഉമ്മൂറിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ. എന്നെന്താക്കണം? ഫറുദ്ദൂഹു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഫർജിഉ ഫീ ഇലാ കിതാബില്ലാഹ്, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണ് ഹുക്മെന്ന് വിടുക. അപ്പോൾ അതനുസരിച്ച് ഇത് കക്ഷികൾ തീരുമാനിച്ചോളാം. വറസൂലി, റസൂലിലേക്കും വിടുക. അതാണ് ഇലാ സുന്നത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ഹദീസും അത് എല്ലാം പെട്ടല്ല. അപ്പം വൽ ആയത്തു ദലീലുൻ അലാ ഹുജ്ജിയത്തിൽ ഖിയാസ്, ഖിയാസ് ഹുജ്ജത്താണ് എന്നതിൻ്റെ തെളിവാണിത്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, നാലല്ല ഇപ്പോൾ ഉള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ, ഹദീസ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ്, പിന്നെ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദലീലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇൽമിൻ്റെ ഹരികാരം കൂടെ ഒത്തിട്ടുണ്ട്. അതിനെതിര് ആർക്കും പറയാനില്ല. അതല്ലാണ്ട് വെറുതെ ഒരു സ്വന്തം അഭിപ്രായ പ്രകാരം ഒരുമിച്ച് കൂടലല്ല. ഇജ്മായിന് എന്തുണ്ടാകും? അതിന് മുസ്തനദുൽ ഇജ്മാ എന്ന് പറഞ്ഞിട്ട് ഒരായത്തോ ഹദീസോ ഉണ്ടാവും. അതിന് ഇന്നതാണ് വ്യാഖ്യാനം കൊടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇവരെന്താക്കും? വെക്കും. ആ ചെറിയ ആൾ ജമ്മുൽ ജാമിയ ഓതിയ ഖോജാക്കളെ മനസ്സിലാക്കിയത് ഈ ബട്ടമേശ കൊണ്ടിട്ട് പാസ്സാക്കി എടുക്കലെന്നാണ്. അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞപ്പോൾ അല്ലേ, പിന്നെന്താ? അപ്പോൾ അതാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടമേശ കൊണ്ടില്ലെങ്ങനെയാ? നാലിമാമ്യങ്ങൾ ഒരേ കാലത്തൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഇല്ല അബൂഹനീഫ വഫാത്തായ കാലല്ലേ ഷാഫിയമ്മ ജനിക്കുന്നതന്നെ. പിന്നെ അതിനെ പറപ്പിച്ചുമ്പോൾ ഈ പിരാന്ത് പറയാൻ തുടങ്ങി. അത് വെച്ചാളായത്താക്കാൻ നന്നാക്കി കഴിയൂലേ? അബൂ ഹനീഫ വന്ന് ഒണിച്ച് വന്നുകൂടാന്നുണ്ടാ? അസംഭവങ്ങളാ കാര്യം പിന്നെ പറയാം. അതായത് മുസ്തനദുൽ ഇജ്മാ ഉണ്ടാവുക, അതായത് ഒരായത്തിൽ നിന്നുള്ള ദലാലത്ത് അല്ലെങ്കിൽ ഹദീസിൽ നിന്നുള്ള ദലാലത്ത് ഉണ്ടല്ലോ, ഇന്നതാണ് അതിൻ്റെ അറിയിപ്പ് എന്ന വിഷയത്തിൽ. അപ്പോൾ മുസ്തനദ് ഏതാണ്? ആ ആയത്തോ ഹദീസോ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ആളുകൾ ഇജ്മാ ഉണ്ടാകാം. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മസ്അലയിൽ എന്തുകൊണ്ട് ഈ ഹുക്കം ഇങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചിട്ട് ആ ഇല്ലത്ത് ഇപ്പുറമുണ്ടോ നോക്കിയിട്ട് എന്താക്കും? രണ്ടും കൂടി ഖിയാസാണ്. അപ്പോൾ ഖിയാസിനെ പറ്റിയിട്ട് തർക്കമുണ്ട്. ചിലർക്ക് ഖിയാസ് അംഗീകരിക്കില്ല, ചിലർ ഹദീസേ അംഗീകരിക്കില്ല, എല്ലാം ഖുർആൻ പാടും. അത് മുംകിനായ സംഗതിയല്ല. അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തോക്കൂ. അങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ വാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഫിത്ന കത്തിക്കാന്നേ ഉള്ളൂ. അതാ കൈഫല, എങ്ങനെയാണ് ഹുജ്ജത്ത് അല്ലാതിരിക്കുക? വറദ്ദുൽ മുഖ്തലഫ ഫീഹി ഇലൽ മൻസൂസി അലൈഹി, ഇതാണ് ഇപ്പോൾ ഖിയാസ്.
മുഖ്തലഫ ഫീഹിയായ മസ്അല തിരിയാത്തൊരു കാര്യങ്ങൾ എന്താക്കണം മൻസൂസിലേക്ക് മടക്കൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഖിയാസ് എന്ന് പറഞ്ഞാൽ. ഇത് തത്തുല്യമായൊരു മസ്അല വേറെ ഉണ്ടാകുമല്ലോ ആയത്തിലോ ഹദീസിലോ. അപ്പോൾ അവിടെ പറഞ്ഞങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്ക് തർക്കം വന്ന് മസ്അല തിരിയാതെ കാര്യം വന്നാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം എന്ന് പറഞ്ഞാൽ ഖിയാസാക്കണം എന്നല്ല അർത്ഥം കിട്ടില്ലേ. ഇന്നമാ യകൂനു അതാ റദ്ദുന്റെ ഖബറാണ്. ഇന്നമാ യകൂനു ബി തംസീലി വൽ ബിനായി അലൈഹി. ഈ മസ്അല തിരിയാത്ത ഇഖ്തിലാഫുള്ള ഇതും മൻസൂസായ മറ്റെന്തൊക്കെ തംസീലാക്കുക എന്ത് കാരണത്താൽ ഈ ഹുക്മ് ഇവിടെ വന്നു. തശ്ബീഹ് തംസീൽ ഏകദേശം ഒന്ന് തന്നെ. എന്നിട്ടോ വൽ ബിനാഉ അലൈഹി അതിൻ്റെ മുകളിൽ എന്താക്കണം ഹുക്മിന് എടുക്കപ്പെടുക. വഹുവൽ മാനിയു ബിൽ ഖിയാസ് അത് തന്നെയാണല്ലോ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫറുദ്ദുഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖിയാസാക്കുകയും എന്ന് പറഞ്ഞ സ്ഥാനത്തായി. പക്ഷെ നമ്മ എല്ലാം ഖിയാസാക്കണ്ട, അതിന് അർഹതപ്പെട്ട നേതാക്കളുണ്ട്. എല്ലാവരും ഞാൻ ഖിയാസാക്കി എന്ന് പറഞ്ഞാൽ പറ്റൂല. അപ്പോൾ യുഅയ്യിദുൽ അംറു ബിഹി കണ്ട അതുകൊണ്ടുള്ള കൽപ്പന അതിനെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഇതില് ഫൈൻ തനാസഅതും എന്ന് തുടങ്ങിയിട്ട് ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി എന്നുള്ള ആയത്ത് കൽപ്പന വന്നില്ലേ. അപ്പൊ ഖിയാസാക്കിയിട്ട് അത് കണ്ടുപിടിക്കണം എന്നാ പറയുന്നത് ഖുർആന്റെ മേലിലോ ഹദീസിന്റെ മേലിലോ. ബഅദൽ അംരി ബി ത്വാഅത്തില്ലാഹി തആല വ ത്വാഅത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ താഅത്തും ആദ്യം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ താഅത്തും പറഞ്ഞിട്ടാണ് എന്താക്കുന്നത്. നിങ്ങൾക്ക് ഉലുൽ അംറി തർക്കം വന്നു കഴിഞ്ഞാൽ അള്ളാഹിലേക്കും റസൂലിലേക്കും മടക്കുക. അതപ്പോ ഇന്നഹു യദുല്ലു അലാ അന്നൽ അഹ്കാമ സലാസത്തുൻ. അഹ്കാമ മൂന്നുണ്ട്. ഒന്നെന്താ സാബിത്തും ബിൽ കിതാബ് കിതാബ് കൊണ്ട് സാബിത്തായതുണ്ടാകും. വസാബിത്തും ബിൽ സുന്ന ഹദീസ് കൊണ്ട് സാബിത്തായതുണ്ടാകും. വസാബിത്തും ബിർ റദ്ദി ഇലൈഹിമാ ബിൽ ഖിയാസ് ഖുർആനിലേക്കോ ഹദീസിലേക്കോ എന്താക്കും ഖിയാസ് മുഖേന മടക്കപ്പെട്ടതും ഉണ്ടാകും. ഹജ്ജത്ത് മൂന്നായി ഇവിടെ തന്നെ. ഇനി ഇത് ഇജ്മാഅ് ഇപ്പൊ ആയത്ത് ഇജ്മാഅ് തുടങ്ങിയിട്ടില്ലല്ലോ. അത് മറ്റു സ്ഥലത്ത് ഹദീസ് പറയും എൻ്റെ ഉമ്മത്ത് എന്താക്കൂല ലലാലത്തിൻ്റെ നമ്മൾ ഒരുമിച്ച് കൂടില്ല എന്നും. ഉമ്മത്തിന് മൊത്തത്തിൽ ഇസ്മത്തുണ്ട്, വ്യക്തികൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫഇന്നൽ ഈമാന ബിഹിമാ അള്ളാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടുള്ള വിശ്വാസം നിങ്ങളെന്താക്കും യോജിബ് ദാലിക ഇപ്രകാരം ചെയ്യാൻ നിങ്ങളെ വാജിബാക്കും. എന്തുകൊണ്ട് അമ്മൽ ഈമാനു ബില്ലാഹി അള്ളാഹിനെ കൊണ്ടുള്ള ഈമാനല്ല ആദ്യം പറഞ്ഞത് ഫദാഹിറുൻ അത് വളരെ വ്യക്തമാണ്. അള്ളാഹിൻ്റെ കൽപ്പന വിശ്വസിക്കുന്ന അള്ളാഹിൻ്റെ കൽപ്പന എടുക്കും. വഅമ്മൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ യൗമുൽ ആഖിർ കൊണ്ടുള്ള വിശ്വാസം ഇതിലേക്ക് നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടാ പറയാൻ കാരണം അല്ലെങ്കിൽ എന്താക്കും യൗമുൽ ആഖിർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള പേടിയായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഫലിമാ ഫീഹി മിനൽ ഇഖാബി അലൽ മുഖാലഫത്തിന് ശിക്ഷ ഉണ്ടാകുന്ന യൗമുൽ ആഖിറിൽ ഉണ്ടാവുമല്ലോ. എന്നിട്ട് പറയും ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല ദാലിക ഇപ്രകാരം ചെയ്യലാണ് ഇത് അർ റദ്ദു ഇലൽ കിതാബി വസുന്നത്തി കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ടെന്താക്കണം ഖിയാസാക്കിയിട്ട് കണ്ടുപിടിക്കല് ഖൈറാണ് ലക്കും നിങ്ങൾക്ക് മിനത്തനാസി തർക്കിക്കുന്നതിനേക്കാണ്. വഅസ്ലഹു ഖൈറിൻ്റെ ബാക്കി വഅഹ്സനു ഫീ നഫ്സിഹി അതിൻ്റെ ഫീ നഫ്സിൽ തന്നെ അതാണ് മെച്ചം. തഅ്വീലാൻ ആഖിബത്തൻ വ മആലൻ തഅ്വീലിന് മേന ആഖിബത്ത് മആൽ എന്ന ചെന്നെത്തുന്ന പര്യവസാനം. വദല്ലത്തിൽ ആയത്തു ഇനി ആയത്ത് അറിയിച്ചിട്ടുണ്ട് അല അന്ന ത്വാഅത്തൽ ഉമറായി വാജിബത്തുൻ അതാ ഉമറായിന് വഴിപ്പെടൽ വാജിബാണ്. എപ്പോഴ് ഇതാ വാഫഖുൽ ഹക്കിനോട് യോജിക്കുമെങ്കിൽ ഹക്കല്ലാത്ത കൽപ്പിച്ചാൽ ആരും അനുസരിക്കേണ്ടില്ല. ഇതാ ത്വാഅത്ത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അപ്പോൾ ഫഇൻ ഖാലഫഹു ഹക്കിനോട് ഈ ഉമറ എതിരായാൽ ഫലാ ത്വാഅത ലഹും അവർക്ക് ഒരു താഴത്തും കൊടുക്കേണ്ടയില്ല. കേട്ടോ ഇപ്പം തന്നെ പറഞ്ഞതാണ് ഖാല സല്ലല്ലാഹു അലൈഹി ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് ഖാലിഖിൻ്റെ മഅസിയത്തിൻ്റെ വിഷയത്തിൽ മഖ്ലൂഖിന് വെളിപ്പെടൽ ഇല്ലേ ഇല്ല. കൊമ്മട്ടി വാസാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കൂല. അത് ദീനിനോടൊത്തെങ്കിൽ ആക്കാമെന്ന് മാത്രം.
അതിനെ കൊമ്പട്ടിയെന്നും കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും. അപ്പം എന്താക്കണോ, അമീറന്മാർ നന്നാണോ എന്നർത്ഥം. നിങ്ങൾ ഒഴിപ്പെടപ്പെടേണ്ടുന്ന അധികാരം ആണെങ്കിൽ നിങ്ങൾ അത് നേരെയായി. അതാ വലാബുദ്ദലിൽ ഉമറായി മിൻ ഖൗഫില്ലാഹി തആല വ ഖശിയതിഹി. ഉമറാക്കൾ എന്താക്കണം, ആദ്യം അള്ളാഹിൻ്റെ ഖൗഫും അള്ളാഹിൻ്റെ ഖശിയത്തും വെച്ച് നിർത്തുമ്പോൾ ബാക്കിയെല്ലാം അനുസരിക്കൽ വാജിബായിട്ട് കൽപ്പിച്ചു കൊടുത്തല്ലോ. ബിഇജ്റായി ശറാഇഇ വൽ അഹ്കാം, ശറായികളും അഹ്കാമുകളും നടപ്പിലാക്കൽ കൊണ്ട്. അപ്പം അവിടെ ഖാദിയാർക്കും അനുകൂലിക്കൂല, ഖതീബക്കാർക്കും അനുകൂലിക്കുക, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചറിയും. വത്തിബാഇ സുനനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിൽ നടപ്പിലാക്കൽ കൊണ്ടും. എന്നിട്ടോ ഹത്താ ജംല അല്ലാഹു ഖുലൂബൻ നാദിരീന ഇലൈഹിം, അപ്പോൾ അമീറന്മാരിലേക്ക് നോക്കുന്ന ആളെ കൽബ് നിറയും ഹൈബത്ത്. ഓർ ഭയഭക്തിയുള്ള അമീറന്മാരാണ്, അവർ കൽപ്പിച്ചത് സ്വീകരിക്കാണ്ട് പറ്റൂല എന്നെന്താക്കും, ഹൈബത്തം ഉണ്ടായിക്കും. ഫഹീനഇദ് ലാ യഹ്താജൂന ഇലൽ മുഹാഫളത്തി അലൈഹിം ബിൽ ജുൻദി വൽ അത്ബാ. അപ്പം എന്ത് വേണ്ട, ഓർക്ക് പട്ടാളക്കാരെയും കൂട്ടണ്ടെങ്കിൽ അത്ബായങ്ങളെയും കൂട്ടിയിട്ട് മറ്റുള്ള ആളെ പേടിപ്പിക്കൊന്നും വേണ്ട, ഒരൊറ്റ തടിയുണ്ടായാൽ മതി. അല്ലെ പട്ടാളം കൂട്ടിയിട്ട് ഞങ്ങൾ തോക്കും പടിയേറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. നിങ്ങൾ നേരെയാ, നിങ്ങൾ എല്ലാവരും അനുസരിച്ചോളൂ. അപ്പം ചുരുക്കത്തെ അക്കാബില മുജരിമയാക്കാൻ വോട്ട് കിട്ടല്ലേ. പള്ളി സ്വത്ത് എന്താക്കി കട്ടെടുക്കില്ലേ, ദൂരത്തൊരു സ്വത്തുണ്ട് പോലും, അത് വിറ്റ് കളയാടെ വെച്ചിട്ട് വെറുതെ ആക്കുന്ന അക്കാബില മുജരിമേനെ ഏൽപ്പിച്ചിട്ട് അത് 20,000-അപ്പുറം സെൻറ്റിന് കിട്ടുന്നില്ല അപ്പാന്ന് പറഞ്ഞു. അതിനെ കൊടുത്ത് കേട്ടാ, അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ട് വിറ്റത് 1,00,000. അപ്പോൾ ഒരു സെൻറ്റിൽ 80,000 പോയി. അപ്പം നാട്ടിൽപ്പെട്ട ചിലർക്ക് എന്താക്കുന്നത്, ഇതൊരു സംശയം, 20,000 അപ്പോൾ ഈ നല്ല കേന്ദ്രമെന്നല്ല, അന്വേഷിച്ചപ്പം 1,00,000 വിറ്റണം. അതെന്താക്കി, ജനറൽ ബോഡി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ കുറച്ചാൾ അയാൾക്ക് കൂടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇയാളെ തന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് എന്താക്കി, ഭൂരിപക്ഷം, അത് ഭൂവല്ല ഭൂരിപക്ഷം കൂടിയിട്ട് അടുത്ത യോഗത്തിൽ ആ കള്ളനായ പ്രസിഡന്റ്. കണ്ണൂർ ജില്ലയിൽ നടന്ന സംഭവമായി പറയുന്നു. അയാൾ കള്ളത്തരം പിടിച്ച കാരണത്താൽ ഒരു കൂട്ടർക്ക് ഭാഷ അയാൾ ജയിപ്പിച്ചേ പറ്റൂ. ഭൂരിപക്ഷം ഉണ്ടായാൽ മതിയല്ല. പണ്ട് ജനറൽ ബോഡി നമ്മൾ പങ്കെടുക്കാൻ പോയില്ല. യുവിൻ്റെ ഷേപ്പിൽ കൈബന്ധിച്ചുള്ള 4 കൂട്ടുണ്ട്, 2 കൈയും 2 കാലും. മലൈ മൂരി റോവിയ അന്ന മലിക്കർ റോമി, റോമിൻ്റെ ചക്രവർത്തി അർസലൈല ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അയച്ചു കൊടുത്ത് ഹദായ, കുറേ ഹദിയ അയച്ചു. ഉമർ റളിയല്ലാഹുവിൻ്റെ കുപ്പാലും കയറി പറഞ്ഞിട്ട് അത് ഇയാൾ കണ്ടിട്ടുണ്ടാവും. മിന സിയാബി വൽ ജുബ്ബ, വസ്ത്രം കൊടുത്തിട്ടുണ്ട്, ജുബ്ബയും കൊടുത്തിട്ടുണ്ട്. ഫലമ്മ ദഖല റസൂൽ, അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആ കൊടുത്തയച്ച വ്യക്തിയാണ്, ഇലൽ മദീനയിലേക്ക്. കാല അയിന ദാറുൽ ഖലീഫത്തി വബിനാഉഹു, ഖലീഫയുടെ പൊരിയും അദ്ദേഹത്തിൻ്റെ കെട്ടിടം എവിടെയാന്ന് ചോദിച്ചു. വെറുതെ പൊരിയും കെട്ടിടലുണ്ടതിനാ, മുറ്റത്ത് മുണ്ടും മരിച്ചിട്ട് മണല് ഒരുമിച്ച് കൂട്ടി ഉറങ്ങുന്നുണ്ടാവും. ഫഖീല ലൈസ ലഹു ദാറുൻ അലീം, ഓർക്ക് വലിയ പൊരിയൊന്നുമില്ല. കമാ തഫാംത, നീ അങ്ങനെ വഹിക്കുന്ന. ഇന്നമാലഹു ബൈത്തുൻ സഗീർ, മൂപ്പർക്ക് ചെറിയ ഒരു ചെറ്റപ്പൊര. ഫദല്ലൂഹു അലൈഹി, അതാ ഒന്ന് കാണിച്ചു വെച്ചു. ഫഅതാഹു, അവിടെ ചെന്ന് ഫവജദ ലഹു ബൈത്തൻ സഗീറൻ ഹഖീറൻ, ചെറിയ നിസാരമായ ഒരു പൊരയാന്ന് കാണുന്നു. ഖദിസ്വദ്ദ ബാബുഹു ലിതൂലി സമാൻ, കുറേ കാലം പിടിച്ചുകൊണ്ട് ബാതിലെല്ലാം കറുത്തിട്ട് കറ പിടിച്ചിട്ടുണ്ട്. ഫതലബഹു, എന്നിട്ടോ ഖലീഫ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഫലം യുസാദിഫു, കണ്ടുകിട്ടിയില്ല, പര കണ്ട്. വഖീല ഇന്നഹു ഖറജ ഇല സൂഖി ലിഹാജതിഹി വഹവായിജിൽ മുസ്ലിമീൻ,
സ്വന്തം ആവശ്യത്തിനും മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിനും സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഫഹറജ റസൂൽ ആ ദൂതം വന്ന് ഇലാ തലബിഹി, അങ്ങനെ അങ്ങാടിയിലേക്ക് പരിധി വിട്ടു. ഫവജദഹു നായിമൻ തഹത ലില്ലി ഹായിത്തിൻ, ഒരു ചുമരിൻ്റെ നിഴലിൽ അവിടെ റോട്ടിൻ്റെ കരക്കാട് ഉറങ്ങുന്നുണ്ട്. വക്കത്ത വസത ബിദ്റ, ഒരു ബടിയും നൽകി വെച്ചിട്ടുണ്ട്. ഫലമ്മാ റആഹു, ഇത് കണ്ടപ്പോൾ കാല അദൽത ഫഅമിൻത, നിങ്ങൾ നീതിയോടെ ഭരിച്ച കാരണത്താൽ നിങ്ങൾക്ക് നിർഭയമുണ്ടായി, നിങ്ങൾ ആരും കൊല്ലാനോ പിടിക്കാനോ ആക്രമിക്കാനോ വേണ്ടില്ല. ഇപ്പോൾ ഒരു തൂറാൻ കഴിയണമെങ്കിൽ 25 പോലീസൊക്കെ വേണം. കാരണം ഞാൻ നീതിമാനല്ല, എന്നെ കൊല്ലാൻ ആരുണ്ടെന്ന് എനിക്കെന്നെ ഉറപ്പാണ്. ഫനിംത ഹൈസു ശിഅ്ത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. വഉമറാഉന, ഇനി നമ്മൾ അമീറന്മാരോ ലലമു, ഓർ ദുൽമ ചെയ്തപ്പോൾ ഫഹത്താജു ഇലൽ ഹുസൂൻ വൽ ജുയൂസ്, അവർക്ക് താമസിക്കാൻ വേണ്ടി കോട്ടകൾ വേണ്ടി വന്ന്, അവർക്ക് കാവൽ നിൽക്കാൻ വേണ്ടി പട്ടാളക്കാരെയും വഴങ്ങേണ്ടി വന്ന്. കേട്ടാ. വമിൻ കലാമി അർദ് ഷീർ അദ്ദീനു അസാസുൽ മുൽക്കി വൽ അദ്ലു ഹാരിസുഹൂൻ, അത് മുമ്പത്തെ ഒരു ഹക്കീമിൻ്റെ പേരാണ്. ദീൻ എന്നുള്ളത് രാജാധികാരത്തിൻ്റെ അടിത്തറയാണ്, അതിൽ എന്നുള്ളത് അതിൻ്റെ കാവൽക്കാരുമാണ്. ഫമാലം യകുല്ലഹു ഉസ്വൻ, അടിത്തറ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഫമഹ്ദൂമുൻ, അത് പൊളഞ്ഞു തകരും. അപ്പം കെട്ടിടത്തിനോട് തസ്ബീഹാക്കിയിട്ടാണ് അതിൻ്റെ അസാസ് എന്ന് പറഞ്ഞത്, അടിത്തറ പോയി. വമാലം യകുല്ലഹു ഹാരിസുൻ ഫലായിഉൻ, കാവൽക്കാരനില്ലാത്ത ഒന്നാണെങ്കിൽ എന്താവും, അത് നഷ്ടമായി മാറും. വബിൽ ജുംലത്തി ഫള്ളുൽമു ആറുൻ വജസാഉഹു നാറുൻ, ദുൽമ എന്നുള്ളത് ആറാണ്, അതിൻ്റെ പ്രതിഫലം നാറുമാണ്. വലജിത്നാബു മിൻഹു വാജിബുൻ അലാ കുല്ലി ആഖിൽ, അതിനെ തൊട്ട് മാറി നിൽക്കൽ എല്ലാ ആഖിലിൻ്റെയും വാജിബാണ്. വൈദാ കാനത നിയ്യത്തുൽ മുഅ്മിനിൽ അദില, കണ്ടാ, ഒരു മുഅ്മിനിൻ്റെ നിയ്യത്ത് നീതിയാണ് എങ്കിൽ ഫൽ യുജാനിബ് അഹ്ലൽ ദുൽമി, ദുൽമിൻ്റെ അഹ്ലുകാരെ കൈവെടിയണം. വൽ യജ്തനിബ് ത്വാഅതഹും, അവർ കൽപ്പിക്കുന്ന കാര്യം ഒഴിവാക്കിയും വേണം. താറ്റ് വേണ്ട, കാരണം ഫഇന്ന ത്വാഅത ലിഅഹ്ലിൽ ഹഖ്, ഹക്കിൻ്റെ അഹ്ലുകാർക്ക് മാത്രമാണ് ത്വാഅത്ത്, ലാ ലിഗൈരിഹിം, മറ്റുള്ളവർക്ക് കൊടുക്കൂല. ശരിയല്ലേ? ഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൻ അത്വാഅനി ഫഖദ് അത്വാഅ അല്ലാഹ്, എനിക്കാരെങ്കിലും വഴിപ്പെട്ടാൽ അവൻ അള്ളാഹ്ക്കും വഴിപ്പെട്ടവനാണ്. അത് ഖുർആനിലുണ്ടല്ലോ, മൻ യതിഇ റസൂല ഫഖദ് അത്വാഅ അല്ലാഹ വമൻ അസാനി ഫഖദ് അസല്ലാഹ്, എനിക്ക് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹ്ക്കും എതിര് പ്രവർത്തിച്ചവനായി. അത്രമാത്രമുണ്ട് തങ്ങളെയും അള്ളാഹിൻ്റെയും. വമൻ യുതിഇൽ അമീറൽ ആദില, എന്നാണ് കയ്യിൽ കൊടുത്തിട്ടതാണ്. ആദിലായ അമീറിനെ വഴിപ്പെട്ടാൽ ഫഖദ് അത്വാഅനി, എന്നെ വഴിപ്പെട്ട സ്ഥാനത്താണ്. വമൻ യഅസിൽ അമീറ, അതായത് ആദിലെ, ഫഖദ് അസാനി, നിങ്ങൾ അതിൻ്റെ മഫഹൂം എടുക്കാൻ കഴിയും. റുവിയ അന്നഹു ഖീല ലിൽ ഹജ്ജാജ്, ഹജ്ജാജിനോട് പറഞ്ഞ്, ലിമ ലാ തഅദിലു മിസ്ല ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലേ, അവരെ മാതിരി നിക്കെന്താ നീതിയില്ലാത്ത. അവൻ പറഞ്ഞ്, വാന്ത ഖദ് അദ്റക്ത ഖിലാഫത്തുഹു, നീ അവരുടെ ഖിലാഫത്ത് എത്തിച്ചിട്ടുണ്ടാ, ഈ പറഞ്ഞാലുള്ള വഹിക്കുന്നത്. അഫലം തറ അദ്ലഹു വസലാഹു, ഏത് ഫക്കാലം വരുന്നത്, അടുത്ത ചോദ്യത്തിൻ്റെ ബാക്കി. അതായത് ഹജ്ജാജിനോട് ചോദിച്ചതെന്ന്, ഉമർ റളിയല്ലാഹുവിന്റെ മാതിരി നീ എന്താ നീതി കണ്ടെത്താത്തത്, അവരെ ഖിലാഫത്ത് ഇതിലാക്കി ചെയ്തു, എന്താണ് എത്രമാത്രം നീതിയും എത്രമാത്രം സലാഹും ഉണ്ടായിരുന്നു എനിക്കറിയൂടേ, കുറച്ച് മുമ്പല്ല കഴിഞ്ഞത്. ഫഖാല, ഹജ്ജാജ് പറഞ്ഞു, തബാദറു ഐകൂനു കബീദർദിൻ, നിങ്ങൾ അബൂദറിന്റെ മാതിരിയായിക്കോ, എന്നാൽ നീതിയുള്ള ഭരണകർത്താക്കന്മാരും വരും. അതാ തബാദറു എന്ന് ഒരുതരം ഒരു പ്രയോഗമാണ്.
അബൂദറിന് പിടിച്ചിട്ട് തബാദുൽ അതിനെന്താണ് മുവല്ലദായ അറബി എന്ന് പറയുന്നില്ലേന്ന്. തബജ്ജനോ നിങ്ങൾ ഒജിഞ്ഞു കേൾക്കുകയും ലാ തതബജ്ജറോ നിങ്ങൾ ബേജാറാവല്ല എന്ന് പറയുന്ന ശരിയായ അറബിയല്ല. നമ്മളെ മുവല്ലദായ അറബി. അപ്പൊ അബൂദറിന്റെ മാതിരി ആയിക്കോ നിങ്ങൾ. അപ്പോൾ എന്താ ആ തഅമ്മറു ഞാൻ എന്താക്കാം ഉമർ മോഡലാകാം. അത് അതുപോലത്തെ മറ്റു ലോകത്താണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം പോലത്തെ ഭരണം ഞാൻ നടത്തിത്തരാം. അപ്പൊ എന്താക്കണം, പ്രജകളും കുറച്ച് നേരെയാകാനുണ്ട്. അപ്പൊ അമീർ നേരെയാകും, അമീർ നേരെയാകാനുണ്ട്, പ്രജകളും നേരെയാകും. പിന്നെ അതിൽ വലിയ ഇൻസാഫ്. ആ വിഷയം അവിടെ തീർന്നു. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك. നിങ്ങൾ കാണുന്നില്ലേ, മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കുന്നില്ലേ ആരിലേക്ക്? അവരെ തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നു. അതല്ല വമാ ഉൻസില മിൻ ഖബ്ലിക തങ്ങൾക്ക് മുമ്പിറക്കപ്പെട്ട തൗറാത്ത് ഇൻജീൽ പോലാത്തത് കൊണ്ടും വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നു. പക്ഷെ പണിയടാ കഞ്ഞിയിലി. കഞ്ഞിയും ഹനുമാനും ഭദ്രകാളിയും ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യാനാന്ന ചോദ്യം. ഇവിടെ സഅമ് എന്ന് പറഞ്ഞില്ലേ, കളവായിട്ട് പറയുന്ന എന്ത്? ലിഅന്നൽ ആയത നസലത് ഫിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അന്നഹും അവരെ ആമനു ബിമാ ഉൻസില ഇലൈക ബിൽ ഖുർആൻ വമാ ഉൻസില മിൻ ഖബ്ലിക ബിത്തൗറാത്തി വഗൈരിഹാ മിനൽ കുതുബിൽ മുനസ്സല. അല്ലാഹു തആല അമ്പിയാക്കൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന മറ്റ് കിതാബ് കൊണ്ടും വിശ്വസിക്കുന്നു എന്ന വാദം. യുരീദൂന അൻ യതഹാകമു ഇല താഗൂത്ത്, താഗൂത്തിലേക്ക് പോയിട്ട് വിധി തേടലാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. കണ്ടാ, താഗൂത്ത് എന്താന്ന് നേരത്തെ പറയും. عن ابن عباس رضي الله عنهما أن منافقا خاصم يهوديا. ഒരു മുനാഫിക്കായ വ്യക്തി യഹൂദിയോട് തർക്കിച്ചു. ഈ മുനാഫിക്കിന്റെ വാദം ഏതാണ്? ഞാൻ അള്ളാഹിന്റെ ഖുർആനും കൊണ്ടും തൗറാത്ത് കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന ആളാന്നാണല്ലോ വെപ്പുള്ളത് യഹൂദിയോട്. ഫദഅഹുൽ യഹൂദിയോ, അപ്പൊ യഹൂദി ആളോട് പറഞ്ഞ് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിലേക്ക് വെച്ച് വിധി തേടാ, തങ്ങൾ പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ആരാ ഇപ്പൊ ഈ വിഷയത്തിൽ ആരാ മെച്ചം? യഹൂദി. എന്തുകൊണ്ടല്ലേ? അന്നഹു സല്ലല്ലാഹു അലൈഹി കാന യഖ്ലി ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് വിധിക്കും. വദഅഹുൽ മുനാഫിഖ് പറയുന്ന അവിടെ പോണ്ട, അടുത്തേക്ക് വേണം. ഇതാ കഅബ് ബിനുൽ അഷ്റഫ് എന്ന് പറഞ്ഞ ഈ യഹൂദിയുടെ നേതാവാണ്. അപ്പൊ യഹൂദി പറയുന്ന നീ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന നേതാവിന്റെ അടുക്കിലേക്ക് പോകാം. ഈ മുനാഫിഖ് പറയുന്നത് അവിടെ പോട്ടെ, ഇപ്പുറത്തേക്ക് പോകാം. കാരണം ലിഅന്നഹു കാന ശദീദർ റഗ്ബത്തി ഇല റിശ്വത്തി, കൈക്കൂലിയിലേക്ക് ആഗ്രഹിക്കുന്ന ആളാണ്. വൽ യഹൂദിയാണെങ്കിലോ കാന മുഹക്കൻ, അയാൾ ഹക്ക് പറഞ്ഞിട്ട്. വൽ മുനാഫിഖ് കാന മുബ്തിലൻ, മുനാഫിഖ് ആണെങ്കിലോ മുബ്തിലാണ്. സുമ്മ അസറൽ യഹൂദിയു അലാ ഖൗലിഹി, യഹൂദി ആ പറഞ്ഞിട്ട് തന്നെ നിന്ന് മാറ്റാൻ പറ്റൂല. ഫഹതകമാ ഇല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എന്തായി ഹുക്ം മുനാഫിഖ് കീഴ്പ്പെടേണ്ടി വന്ന്. ഫഹകമലിൽ യഹൂദി, അതെന്താക്കി ആ വിധിയിൽ യഹൂദിക്ക് അനുകൂലമായി വിധി വന്നു. ഫലം ഞെറൽ മുനാഫിഖ് തീർച്ചപ്പെട്ടില്ല. എന്നാൽ അപ്പീൽ കൊടുക്കണമെന്നായി. അടുത്തേക്ക് അതാ വക്കാല തഹാകം ഇല ഉമർ, ഉമർ തങ്ങളിലേക്ക് അപ്പീൽ കൊടുക്കുക. അപ്പൊ നല്ല കണക്ക് കിട്ടും. ഫഖാലൽ യഹൂദിയു ലി ഉമർ, യഹൂദി പോയിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഖലാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യർള ബി ഖലാഇഹി, എനിക്ക് അനുകൂലമായിട്ട് തങ്ങൾ വിധി വന്നിട്ടുണ്ട്, പക്ഷേ ഇയാൾ ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് അത് എനിക്ക് സെറ്റാക്കി തരാം. അങ്ങനെ ഫഖാസമയിലേക്ക്, അതുകൊണ്ടാണ് അടുത്തേക്ക് കേസ് ബോധിപ്പിക്കാൻ വന്നത്.
ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു മുനാഫിക്കിനോട് പറഞ്ഞു, അകദാലിക കാര്യം അങ്ങനെ തന്നെയാണോ എന്ന് വിസ്തരിച്ച്. ഫഖാല നഅം, ആയിക്കോട്ടെ. ഫഖാല മക്കാനക്കുമ, ആരും പോലെ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. ഹത്താ ഖുറുജയിലേക്കുമ്പോൾ ഞാൻ വന്നിട്ടേ പോകാവുന്നു. ഫദഖല, മൂപ്പർ ഉള്ളിൽ കയറി. ഫസ്തമലാല സൈഫി, ബാൾ വണിഞ്ഞിട്ടിങ്ങ് വന്നിട്ട് സുമ്മ ഖറജ, പുറത്തു വന്ന് ഫളറബിഹി ഉലുക്കൽ മുനാഫിഖ്, മുനാഫിക്കിൻ്റെ തലയങ്ങ് തെറിപ്പിച്ച്. അതാ കിട്ടല്. ഹത്താ മാത, എന്നിട്ടോ ഫഖാല ഹാകദ അഖലി ബിമൻ ലം യർള ബിഖളാഇല്ലാഹി വഖളാഇ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ വിധി കൊണ്ടും അള്ളാഹു റസൂലിൻ്റെ വിധി കൊണ്ടും പൊരുത്തപ്പെടാത്ത ഒരാൾക്ക് ഞാൻ ഇപ്രകാരം വിധിച്ചിരിക്കുന്നു എന്ന്. ഫനസലത്തിൽ ആയ, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അതാണ് നേരത്തെ മുനാഫിക്കിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഫഹബത ജബ്രായീലു അലൈഹിസ്സലാം വഖാല ഇന്ന ഉമറ ഫറഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കിൻ്റെയും ബാത്തിൻ്റെയും ഇടയിൽ വേർതിരിച്ചതാണ് ഉമർ. ഫസമ്മിയൽ ഫാറൂഖ്, അങ്ങനെയാണ് ഫാറൂഖ് എന്ന് പേര് ലഭിച്ചത്. ഇനി നമുക്ക് വേണ്ടേ ഏതാ ഈ താകൂത്ത് എന്നല്ലേ തിരിയേണ്ടി. ഫത്താകൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കാബിബിനുള്ള അഷ്റഫാണ്, ഒരു അഹമായ പേരാണ്. സുമ്മിയ ബിഹി, അങ്ങനെ പേരിട്ടി എന്തുകൊണ്ടാ, ലീഫ്നാത്തിഹി ഫി തുഗ്യാൻ, ഹക്കും പെട്ടിട്ട് തുകയാനാക്കലുണ്ടല്ലോ. തക എന്ന് പറഞ്ഞാൽ ലമ്മ തകൽമ, വെള്ളം അമിതമായി പൊന്തിയിട്ടല്ലേ എല്ലാം മുങ്ങിയത്. ഇതേമാതിരി ഹക്കും പെട്ടിട്ട് എന്താക്കി, തുകയാനിലി അതിര് കവിഞ്ഞു. വാദാവത്ത് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ശത്രുതയിലും എന്താക്കി, അതിര് കവിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് താകൂത്ത് എന്ന് പേരായിട്ട് വന്നതാണ്. മുമ്പ് കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ കൂടാതെ ദീന് നിൽക്കാത്ത എല്ലാം താകൂത്താണ്. മുമ്പ് കണ്ടിട്ടുണ്ട്, ചെണ്ടില്ല പറഞ്ഞോയാ മിന്നാത്തോട്ടോ. അതാ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താകൂത്ത്, താകൂത്ത് അതാ ശൈത്വാൻ. വ യുത്ലഖു ലികുല്ലി ബാതിലിൻ മിൻ മഅബൂദിൻ ഔ ഗൈരിഹി, ബാത്തിലായ എന്തിനും പറയും, മഅബൂദാവട്ടെ ഗൈർ മഅബൂദാവട്ടെ. ഇനി എത്തരത്തിൽ വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, താകൂത്തിനെ കൊണ്ട് കളവാക്കണം എന്നാണ് കൽപ്പനയുള്ളത് അല്ലേ. ഐ വൽഹാലു അന്നഹും ഖദ് ഉമിറു അൻ യതബറഉ മിനത് താകൂത്ത്, താകൂത്തിനെ തൊട്ട് ഒഴിഞ്ഞു മാറണം എന്നാണ് കൽപ്പനയുള്ളത്. പക്ഷെ താകൂത്തിലേക്ക് പോകണമെന്നാണ് ഇയാൾ പറയുന്നത്. വയുരീദു ശൈത്വാനു, ശൈത്താൻ ഉദ്ദേശിച്ചത് അൻ യുളില്ലഹും ളലാലൻ ബഈദാ, അവരെ വളരെ വിദൂരമായ ദലാലത്തിലാക്കാൻ വേണ്ടിയാണ് ശൈത്താൻ ഉദ്ദേശിച്ചത്. ഐ ളലാലൻ ബഈദൻ ലാ ഗായത ലഹു, അതാ അപ്പോൾ ദലാലൻ്റെ മാന ഇദ്ലാൽ. ഫലാ യഹ്തദൂൻ, അതുകൊണ്ട് ഹിദായത്ത് കിട്ടേ ചെയ്യില്ല. അതിന് ബാക്കിയാണ് പറയുന്നത്. വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, ഇതേ സംഭവത്തിൻ്റെ വിശദീകരണം തന്നെ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഏതാ ആദ്യം ബാധിച്ചില്ലേ അവർ, തആലൗ ഐ ജിഉ, നിങ്ങൾ ബാ എന്ന് വിളിച്ച്. എന്തിലേക്ക്, ഇലാമ അൻസലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇലാമ അമറഹു ഫി കിതാബിഹി, കിതാബിലേക്ക്. വഇലർ റസൂൽ, റസൂലിലേക്കും ബാ എന്ന് വിളിച്ച്. വഇലാമ അമറ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റഅയ്തൽ മുനാഫിഖീൻ, അതിൻ്റെ ജവാബാണത്. മുനാഫിഖീങ്ങളെ നിങ്ങൾ കാണും. അവൻ രണ്ടാം അഫ്അൽ വരണ്ടേ, യസുദ്ദൂന അൻക സുദൂദ എന്ന കോലത്തിലാണ് കാണുക. അല്ലാണ്ട് വെറും മുനാഫിഖിനെ കാണുമെന്ന് പറഞ്ഞാൽ വിട്ട അതിനർത്ഥമില്ലല്ല. അപ്പോൾ ആദ്യം ഇദാ ഖീല ലഹും എന്നല്ലേ പറഞ്ഞു, അങ്ങനെയാണ് റഅയ്തഹും എന്ന് പറഞ്ഞാൽ പോലെ മനസ്സിലായില്ല. വഇദാ ഖീല ലഹും എന്ന് പറഞ്ഞ വത്തക്ക് റഅയ്തഹും എന്നതിന് പറഞ്ഞാൽ അത് കാര്യമൊക്കൂലേ. പിന്നെ ആരെ മുനാഫിഖീന എന്ന് പറഞ്ഞത്, ഇവർ മുനാഫിഖാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരണം. അതിനാണ് ഇദ്ഹാറുൽ മുനാഫിഖീന ഫീ മഖാമിൽ ഇദ്മാർ, ദമീർ പറയേണ്ടുന്ന സ്ഥാനത്ത് എന്താക്കി മുനാഫിഖീനെ എടുത്തത്. തസ്ജീലി അലൈഹി ബിൻ നിഫാഖ്, നിഫാഖ് കൊണ്ട് അവരെ മേൽ ചാർജ് കയറ്റണം. കേസ് ചാർജ് ഉണ്ടല്ലോ.
വദമ്മിഹിം ബിഹി നിഫാഖ് കൊണ്ട് അവരെന്താക്കണം കുറ്റപ്പെടുത്തുകയും വേണം. അല്ലെങ്കിൽ ഹും എന്ന് പറഞ്ഞാൽ എന്താവില്ല, നിഫാഖിന്റെ ബസ് വെളിപ്പെടൂല. യസുദ്ദൂന അൻക തങ്ങളെ തൊട്ട് അവരെന്താക്കും അവഗണിക്കും. സുദൂദ വല്ലാത്തൊരു അവഗണന. അയ്യുഅ്രിദൂന അൻക ഇറാദൻ. യസുദ്ദൂനന്റെ മഫ്ഊൽ മുത്തലഖാണ് സുദൂദൻ. എന്നിട്ടോ فكيف إذا أصابتهم مصيبة بما قدمت أيديهم ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا. അപ്പം നിഫാഖിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ്. فكيف يكون حالهم وكيف يصنعون. അവർ എന്ത് ചെയ്യും, എപ്രകാരമാണ് ചെയ്യുക? എന്തേ ഇദാ അസാബത്തുഹും മുസീബത്തുൻ അവർക്ക് ഒരു മുസീബത്ത് സംഭവിച്ചാൽ, ഐ വഖത ഇസാബത്തുൽ മുസീബത്തി ഇയ്യാഹും. ഇദാ അസാബത്തുവിൻ്റെ മാന കൊടുക്കുന്നത് വഖത ഇസാബത്തിൽ മുസീബത്തി ഇയ്യാഹും. അപ്പോൾ ഏതാണ് ഇയ്യാഹുവിൻ്റെ മഫ്ഊൽ? അവർക്ക് ഒരു മുസീബത്ത് സംഭവിച്ചാൽ അതെങ്ങനെ ബിഫ്തിലാഹിഹിം ബിദുഹൂരി നിഫാഖിഹിം. അവരുടെ നിഫാഖ് വെളിപ്പെട്ടിട്ട് ആകെ പെരിക്കേടായി. അത് മുസീബത്തല്ലേ? ഇവരെ കള്ളി എന്തുകൊണ്ട് ബിമാ ഖദ്ദമത്ത് ഐദീഹിം അവർ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ കാരണത്താൽ. ചെയ്തു എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ബിസ്സബബിമാ അമിലു മിനൽ ജിനായാത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ അവർ ചെയ്ത കാരണത്തിന് വേണ്ടി അവർക്ക് എന്തായാലും വെളിപ്പെട്ടു. അല്ലത്തി മിൻ ജുംലത്തിഹ ആ ജുംലയിൽപ്പെട്ടതാണ് അത്തഹാക്കും ഇല താഗൂത്ത്. താഗൂത്തിലേക്ക് പോയിട്ട് വിധി തേടാന്ന് പറയും. നബിയിലേക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞേ. റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീതി കൊണ്ട് പൊരുത്തപ്പെടാത്തതും അത് തന്നെയാണ്. സുമ്മ ജാഊക പിന്നെ തങ്ങളിലേക്ക് അതാ വരുന്നു. ഇവർക്ക് മുസീബത്ത് വന്നപ്പോൾ തങ്ങൾ വേണോ ഇതിനല്ലിൽ ഏറ്റതാരി അമ്മ സനഊ മിനൽ ഖബാഇഹി മോശമായ കാര്യങ്ങളാൽ അവർ പ്രവർത്തിച്ച ഒന്നിനെ തൊട്ടിട്ട് എതിര് പറയാൻ വേണ്ടിയിട്ട് എന്താ വന്നിട്ടോ ആദ്യം തന്നെ സത്യം ചെയ്യലാണ്. കളവ് നടപ്പിലാക്കാൻ വേണ്ടി എന്താക്കണം, നല്ല സത്യം കൊണ്ടാണ് തുടങ്ങിയത്. യഹ്ലിഫൂന ബില്ലാഹ് അല്ലാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യും. എന്താ പറയല്? ഇൻ അറദിനാ ഇല്ലാ ഇഹ്സാനം വതൗഫീഖ. ഇഹ്സാനും തൗഫീഖുമല്ലാതെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ല, മറ്റൊന്നും നമ്മളെ പറ്റി വിചാരിക്കല്ലേ, നമ്മ നല്ല നീയത്തിലാ പോയിട്ട്. എന്താ ഇഹ്സാനും തൗഫീഖും? ഐ മാ അറദിനാ ബിതഹാകുമിനാ ഇലാ ഗൈരിക. തങ്ങളെയും വിട്ട് താഗൂത്തിനടുക്കലേക്ക് നമ്മൾ പോയിനെ അത് നല്ല നീയത്തോടെ പോയതാന്ന അതിനോട് മെച്ചം കണ്ടിട്ടുണ്ട്. എന്താ അത്? ഇല്ലൽ ഫസ്ല ബിൽ വജ്ഹിൽ ഹസൻ. അതാണ് ഇത് ഇഹ്സാന്റെ മേലെ ഊർദ്ദിച്ച്. മറ്റേ അവലിയക്കന്മാർ ഒന്നും ഇഹ്സാനല്ല, ഒരു നല്ല നിലക്കുള്ള വിധി തീരുമാനം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. വത്തൗഫീഖ ബൈനൽ ഖസ്മൈൻ. ഏതാണ് തൗഫീഖ്? മറ്റോ ബില്ലാഹി തൗഫീഖ് അല്ല. ഈ ഹസ്മിന്റെ ഇടയിൽ എന്താക്കണം, പണക്കം തീർക്കുക, യോജിപ്പുണ്ടാക്കുക. ഇതല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞമ്മൻ പോയിന്. തങ്ങളുടെ ബണ്ടാന്ന് വെച്ചിട്ട് പോയൊന്നും അല്ല, അവിടെ പോയ നല്ലൊരു വിധി കിട്ടും. അപ്പം വലം അതിന്റെ മഫ്ഹൂമ് വലം നുരിദ് മുഖാലഫതൻ വലാ സഖതൻ ലിഹുക്മിക. തങ്ങളോട് എതിരാവണം, തങ്ങളെ വിധിക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നും പോകുന്നതല്ല എന്നൊക്കെ സത്യം ചെയ്തിട്ട് പറയും. അതുകൊണ്ട് ഫലാ തുആഖിദ്നാ ബിമാ ഫഅൽന, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഇവിടെ ഒന്നും ശിക്ഷിക്കല്ലേ എന്ന് നബിയോട് പറയും. കേട്ടാ സംഗതി മനസ്സിലായ? തങ്ങൾ വന്നിട്ട് കള്ള സത്യം ചെയ്തിട്ടാ പറയാം. ഈ ഹസാനും തൗഫീഖ് ഉദ്ദേശിച്ചിട്ടാണ്, വേറെ ഒന്നിനും നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. വഹാദ ഈ കലാം ഏത് ഫകൈഫ ഇദാ അസാബത്തുഹും എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, ഈ കലാം വഈദുൽ ലഹും അലാ മാ ഫഅലൂ അവർ പ്രവർത്തിച്ച ആ കുറ്റകരമായ കാര്യത്തിൻ്റെ മേലുള്ള ഒരു താക്കീതാണ്. ഓർക്കൊരു മുസീബത്ത് വരും, ഇത് തങ്ങളെ തോന്നിയ കള്ള സത്യം ചെയ്തിട്ട് പറയും. അപ്പോൾ അന്നൊരു അവസ്ഥ എന്തായിരിക്കും കാണണം. വഅന്നഹും സയന്തമൂന അലൈഹി ഹീന ലാ യൻഫഉഹുമുൻ നദം. ഖേദിക്കൽ ഉപകാരപ്രദമാവാത്ത സമയത്ത് എന്താക്കും, ഖേദിക്കേണ്ടി വരും. എന്നിട്ടാ വലാ യുഗ്നി അൻഹുൽ ഇഅ്തിദാർ. അതായ ആ സത്യം ചെയ്ത് മാപ്പ് പറയുന്നു ഇവിടെ ഫലത്തിന് വരൂല. കള്ളസത്യം ഇപ്പം ചെയ്യുന്നു, മനസ്സിലാകുന്നില്ല ഇപ്പൊ? അതാ ഇനി ഇവരെ ലാഹിർ ഇപ്പൊ കള്ളസത്യം ചെയ്തിട്ട് ഇപ്പൊ എല്ലാം കൊണ്ട് കാര്യമില്ലേ, എന്നാ ബാത്തിന് മറ്റൊന്നാണ് അള്ളാഹ്ക്ക് അറിയാന്ന് പറയും. അതാ ഉലൈക അല്ലദീന യഅലമു അല്ലാഹു മാ ഫീ ഖുലൂബിഹിം
فأعرض عنهم وعظهم وقل لهم في أنفسهم قولا بليغا ഉലൈക ഈ കള്ള സത്യം ചെയ്തിട്ട് മാപ്പ് പറയാൻ വന്ന മുനാഫിഖീങ്ങൾ അല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം അവരുടെ കൽബിന്റെ ഉള്ളിൽ എന്താണ് മറഞ്ഞു കിടക്കുന്നത് എന്ന് അല്ലാഹു തആലാക്ക് അറിയും. മിനൻ നിഫാഖി അമ്മാന്റെ ബയാൻ മിനൻ നിഫാഖി നിഫാഖിനാൽ അതുകൊണ്ട് ഫലാ യുഗ്നി അൻഹുൽ ഖത്മാൻ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. വൽ ഹൽഫുൽ കാദിബു കള്ള സത്യം ചെയ്തത് കൊണ്ടും കാര്യമില്ല. മിനൽ ഇഖാബ് ഇഖാബിനെ തൊട്ട് രക്ഷപ്പെടാൻ ഉപകരിക്കൂല. അതുകൊണ്ട് ഫഅഅ്രിദ് അൻഹും അവരെ തങ്ങൾ വേണ്ടാന്ന് വെച്ച് ലാ തഖബൽ ഇഅ്തിദാറഹും അവരൊന്നും തങ്ങൾ സ്വീകരിക്കണ്ട. വഇൽഹും ഉസ്ജുറുഹും അനിൻ നിഫാഖി വൽ കൈദ് നിഫാഖിനെ തൊട്ടും അവരെ ചതിപ്രയോഗത്തിനെ തൊട്ടിൽ എന്താക്കുക അവരൊന്ന് താക്കീത് കൊടുത്ത് വഅല യഅലൂന അംറാണ് ഇത് ഇൽ ബാബത്ത് ആരിൽ നമ്മൾ അത്തപ്പാക്കാൻ വഖുല്ലഹും അവരോട് പറയണം ഫീ അൻഫുസിഹിം ഫീ ഹഖി അൻഫുസിഹിൽ ഖബീസതി അവരുടെ ഖബീസായ നഫ്സിന്റെ വിഷയത്തിൽ അവരോട് പറയണം. ഒന്ന് ഔ ഫീ അൻഫുസിഹിം അല്ലെങ്കിലോ അവർ നഫ്സിൽ പറയുക എന്ന് പറഞ്ഞാൽ ഫീ അൻഫുസിഹിം രണ്ട് മാനിയ കൊടുക്കുന്നത് തങ്ങൾ പറയണം ഖൗലൻ ബലീഗ എന്നെ മഫ്ഊലിപ്പുറം പറഞ്ഞ് ഫീ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ എന്താ അവർ ഖബീസായ നഫ്സിന്റെ വിഷയത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് പറയണം എന്നായി. അല്ലെങ്കിലോ അവർ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറയുക അതാ ഖാലിയം ബിഹിം മുസാറൻ അതുപോലെ രഹസ്യമാക്കിക്കൊണ്ട് നസീഹത്ത് കൊണ്ട്. കാരണം ഈ നസീഹത്ത് രഹസ്യമായി പറഞ്ഞു കൊടുത്താൽ കുറേ ഉപകാരത്തിനെത്തും. അപ്പൊ ഫീ അംസിന് രണ്ട് മാന കൊടുത്തു. ഒന്ന് അവരെ നഫ്സ് മോശമായിട്ടുണ്ട് ചീത്തയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിലോ അവർ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറയുക. എന്തിനെ പറയണം? കുല്ലഹുന്റെ മഫ്ഊലാണ് ഖൗലൻ ബലീഗ ഐ മുഅസ്സിറൻ വാസിലൻ ഇലാ കുൻഹിൽ മുറാദ് നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് എത്തിച്ചേരുന്ന മുഅസ്സിറായ വാക്ക് പറയണം. അവിടെ മനസ്സിൽ പതിയട്ടെ. അപ്പം ഖൗലും ബലീഗ് എന്നല്ലേ പറഞ്ഞത്? ഖൗലും ബലീഗിനെ പറയണമെന്നല്ലേ? അതാണ് ഏത്? വാസിലൻ ഇലാ കുൻഹിൽ മുറാദ് ബലഗാന്ന് എത്തിച്ചേർന്നു എന്നല്ലേ? വൽ ഖൗലുൽ ബലീഗു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ശൈലി? ബി അൻ യഖൂല ഇന്നല്ലാഹ യഅലമു സിർറക്കും വമാ ഫീ ഖുലൂബിക്കും ഫഅസ്ലിഹു അൻഫുസക്കും വതഹ്ഹിറു ഖുലൂബക്കും മിൻ റദീലത്തിൽ കുഫ്രി. ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മോഡല്. അല്ലാഹു തആല നിങ്ങളുടെ രഹസ്യവും നിങ്ങളെ കൽബിൽ മറച്ചു വെച്ചതും അറിയുന്നവനാണ്. അതുകൊണ്ട് നഫ്സിനെ നന്നാക്കിക്കോ, കൽബിനെ ശുദ്ധമാക്കിക്കോ മിൻ റദീലത്തിൽ കുഫ്റിന്റെ കച്ചറകളെ തൊട്ടിട്ട് അല്ലേ? ഇനി അതിന് മറ്റേ ബാക്കി വഅഗ്ലിദ് അലൈഹിം അവരോട് ശക്തമായ ഭാഷയിൽ പറയണം. അതെന്തിന്റെ ബാക്കി? കൊല്ലഹുന്റെ ബാക്കിയാണത്. അസാ അൻ തൻജഅ ഫീഹിമുൽ മൗഇദ അത്തരത്തിലുള്ള വാളുണ്ടാക്കുമ്പോൾ അവർ ഫലപ്രദമാവാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പോൾ വാളിന്റെ ശൈലിയാ പറഞ്ഞു. ആ വിഷയം തീർന്നു. ഇനി ഒരു റസൂലിനെ അല്ലാഹു തആല ആക്കുന്ന എന്തിനാണ്?